കണ്ണൂർ ചെറുപുഴയിൽ 5 വയസ്സുകാരനെ വാട്ടർ ടാങ്കിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശികളുടെ മകൻ വിവേക് മുർമുവാണ് മരിച്ചത്. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി നിർമ്മിച്ച വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എങ്ങനെയാണ് ഈ അത്യാഹിതം ഉണ്ടായത്? ഇന്ന് രാത്രിയോടുകൂടിയാണ്, വൈകിട്ടോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തികൾക്കായി ജലം സംഭരിക്കുന്നതിന് വേണ്ടി ഒരു ജലസംഭരണി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ടാങ്ക് നിർമ്മിച്ചിരുന്നു. ആ ടാങ്കിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശികളായ മണി സൊർള ദമ്പതികളുടെ മകനാണ് വിവേക് മുർമു. ഈ ദമ്പതികൾ ഈ ആശുപത്രിയുടെ ഉടമകളായ കോൺവെന്റിലെ തൊട്ടടുത്ത് തന്നെയുള്ള കോൺവെന്റിലെ തൊഴിലാളികളാണ്. ഏതാണ്ട് ഒരു 3 വർഷമായി അവർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. ഈ 5 വയസ്സുകാരൻ JM UP സ്കൂളിലെ LKG വിദ്യാർത്ഥി കൂടിയാണ്. ഈ മാതാപിതാക്കളുമായി ചെറിയ വഴക്കിട്ട ശേഷം ഈ വിദ്യാർത്ഥി പുറത്തേക്ക് നടന്നു പോയിരുന്നു. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാണാതെ വന്നതോടുകൂടി വിദ്യാർത്ഥിയെ തിരക്കി ഈ മാതാപിതാക്കൾ അവിടെ മുഴുവൻ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ആശുപത്രി ജീവനക്കാരും കോൺവെന്റിലെ ആളുകളും ഒക്കെ ചേർന്ന് തിരഞ്ഞു. ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിലാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. പിന്നീട് ഈ വാട്ടർ ടാങ്കിന് തൊട്ട് സമീപത്തെ വിദ്യാർത്ഥിയുടെ ചെരുപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംശയം ഉണ്ടാവുകയും പിന്നീട് ഈ ടാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്യുന്ന ആ ഘട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തി അവിടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നാണ് ചെറുപുഴ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഓക്കെ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. മനു സജിത്ത് പറഞ്ഞു, വയനാട്ടിൽ മഴ പോയിട്ട് ഒരു മഴക്കാർ പോലും ഇല്ല, പിന്നെ എന്തിനാണ് ഈ അവധി? താങ്കളെ വയനാടിന് ഏത് ഭാഗത്തു നിന്നാണ് ഈ കാര്യം കണ്ടിട്ട് അറിയിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വയനാട്ടിൽ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.